ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമ്മൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. കുറേ നാളായില്ലേ നിങ്ങൾ എന്നെ കണ്ടിട്ട്. ഞാനും നിങ്ങളെ കണ്ടിട്ട് കുറേ നാളായി. എനിക്ക് നിങ്ങളെല്ലാവരെയും മിസ് ചെയ്തു ഗൈസ്. അപ്പം ഞാൻ വീണ്ടും വന്നു. ഇന്ന് നമ്മളൊരു ചെറിയ നാടൻ റെസിപ്പി ആയിട്ടുള്ള ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ പോയപ്പോൾ അവളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു വലിയ മുരിങ്ങ തളിർത്ത് ഒരുപാട് ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പച്ച നിറത്തിലുള്ള തളിർത്തിട്ട പിന്നെ മുരിങ്ങയിലേക്കാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കൊതി തോന്നി. അപ്പം ഞാനും വിചാരിച്ചത് കുറച്ച് പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മുരിങ്ങയില തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അടിപൊളിയായിരിക്കത്തില്ലേ. അപ്പം ഞാൻ എന്തായാലും കൈയോടെ അത് പോയി പറിച്ചുകൊണ്ട് വന്നു. അപ്പം ഇന്ന് അത് വെച്ചിട്ടുള്ള ഒരു തോരനാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില, സവോള അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ആ തോരൻ ആവശ്യത്തിനുള്ള തേങ്ങ. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഒരു കൈ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട്, ഒരു കൈ കൊണ്ട് ഷൂട്ട് ചെയ്യുകയും ഒരു കൈ കൊണ്ട് കുക്ക് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ടാസ്ക്കാണ്. സവോളയും പച്ചമുളകും കറിവേപ്പിലയും ജസ്റ്റ് ഒന്ന് വഴണ്ട് വരണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മുടെ എന്ത് ചേർക്കണം, നമ്മുടെ മെയിനായിട്ട് മുരിങ്ങയില നമുക്ക് നമ്മുടെ മുരിങ്ങയിലയും തേങ്ങയും കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ആവശ്യത്തിന് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന മുരിങ്ങയില എത്രയാണോ അതിൻ്റെ അളവിന് പാകത്തിന് കൂടാൻ പാകത്തിന് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ചെറുതായിട്ട് ആവി കയറുമ്പോഴേക്കും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു അടപ്പ് വെച്ചാൽ വെക്കാം. എന്തായാലും ആവി കയറട്ടെ. തീ കുറച്ച് വെക്കണം. ഇതേ നമ്മുടെ തേങ്ങയൊക്കെ ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ ആവിയിൽ തന്നെ വേവിച്ചെടുക്കണം. പിന്നെ ഇത് ഇലയല്ലേ, അധികം വലിയ വേവൊന്നുമില്ല. കുറച്ച് നേരം ആവി കയറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം, ചീരനെ പോലെ തന്നെ. പിന്നെ കറക്റ്റ് ഈ സമയത്ത് കറക്റ്റ് ഉപ്പൊക്കെ കറക്റ്റായിട്ട് നോക്കണം. ഇത് ഏകദേശം പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ ചീരയ്ക്കകത്ത് കുറച്ച് ഒരു ഹോള് പോലെ, ചീരയില മുരിങ്ങയിലയ്ക്കകത്ത് കുറച്ച് ഹോള് പോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് 1 or 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഞാനിപ്പോൾ ഒരു മുട്ടയാണ് പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തുള്ള ഈ സാധനങ്ങളെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ചെറുതായിട്ട് ആവി കയറുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കുക. അതിനുശേഷം നമുക്ക് തുറന്നിട്ട് ഈ മുട്ടയും ബാക്കി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്തായാലും അപ്പോൾ അത് അവിടെ ഇരുന്നിട്ടൊന്ന് ചെറുതായിട്ട് ആവി കയറട്ടെ. ഏകദേശം നമ്മുടെ മുട്ട ഇളക്കാനുള്ള പരിവായിട്ടുണ്ടാവും. ഇനി നമുക്കൊന്ന് നല്ലപോലെ മുരിങ്ങയിലയും തേങ്ങയും മുട്ടയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ഇങ്ങനെ മുട്ട ഇടുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചീര തോരൻ വയ്ക്കുവാണെങ്കിലും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു മുട്ട പൊട്ടിച്ച് വെച്ചാൽ അടിപൊളിയായിരിക്കും. മുട്ടയൊക്കെ നല്ലപോലെ ഞാൻ ഇളക്കി എല്ലാം കൂടെ മിക്സാക്കി ചെറിയതായിട്ട് ഞാൻ ആവി കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വാദിഷ്ടമായ ഹെൽത്തി ആൻഡ് ടേസ്റ്റി മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പിന്നെ ഒരു ഡിഷാണിത്. എങ്കിലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി തോരനാണ്. അപ്പോൾ ഇതായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പം അത്രേ ഉള്ളൂ. ബൈ.